ഒരു നല്ലൊരു കണ്ടന്റ്, പക്ഷെ അതിനെ എടുത്ത് കുളവാക്കുക എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടോ ഇൻറ്റൻസ് ആയിട്ടോ അതിനെ വർക്ക് ചെയ്യാണ്ട് പോയ ഒരു സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി എന്നുള്ള ആസിഫ് അലി സിനിമയുടെ തുടക്കം തന്നെ അതിൻ്റെ കല്യാണം, പിന്നീട് പുള്ളിക്കെതിരെ ഡൊമസ്റ്റിക് വയലൻസിന് കേസ് കൊടുക്കണം 1 മാസത്തിനുള്ളിൽ തന്നെ. നമുക്കറിയാം, അതായത് ഇങ്ങനെയൊരു നിയമം ഉണ്ടെങ്കിൽ പോലും പല സ്ത്രീകൾ അതിനെ ദുരുപയോഗം ചെയ്ത് ഭർത്താക്കന്മാരുടെ മാസം എന്താ പറയുക, അതിനൊരു വീട് പറയും, അത് വാങ്ങി എടുക്കുന്ന ഒരു ശീലമുണ്ട്, പ്രവണതയുണ്ട്. എല്ലാവരും കറക്റ്റായിക്കൊള്ളണം എന്നില്ല, എല്ലാ സ്ത്രീകളും നല്ലതല്ല, എല്ലാ പുരുഷന്മാരും നല്ലതല്ല. പക്ഷെ എപ്പോഴും സ്ത്രീപക്ഷത്താണ് നിയമമൊക്കെ ഉള്ളത്. അപ്പം അതിനെ എടുത്തു കാണിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ആഭ്യന്തര കുറ്റവാളി എന്നുള്ളത്. പക്ഷെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഡെപ്ത് വല്ലാണ്ട് കുറഞ്ഞു പോയി. പുള്ളിക്കെതിരെ കേസ് കൊടുക്കുന്നു, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സത്യാവസ്ഥ നമ്മളെ കാണിക്കുന്നു, അതിനൊപ്പം തന്നെ 2-3 കഥാപാത്രങ്ങളെ കൊണ്ടുവരുന്നു. അതൊക്കെ നന്നായി. പക്ഷേ ഒരു ഗംഭീര സിനിമ എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം നമ്മളെ അങ്ങോട്ട് തീവ്രമായിട്ടൊന്നും അതിൽ കാണിച്ചു വരുന്നില്ല. ഇങ്ങനെ ഒരു കഥ കാണിക്കുന്നു, അത് ഭയങ്കര ഫ്ലാറ്റായിപ്പോയി. ഒരു നല്ല ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള ചെയ്യേണ്ട ഒരു സബ്ജക്റ്റിനെ ഒരു തണുത്ത മട്ടിലുള്ള ഒരു പടമാക്കി മാറ്റി എന്നുള്ളതാണ് പ്രശ്നം. നമ്മളെ കോർട്ട് ഡ്രാമയിലാണെങ്കിലും അതിൽ കോടതി സീനുകളിലൊന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം ക്യാരക്ടേഴ്സ് ഒന്നും വെൽ റിട്ടൺ ആയിരുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പക്ഷേ കണ്ടന്റിന് വേണ്ടി വേണമെങ്കിൽ ആ സിനിമ കാണാം. പോസിറ്റീവ് സൈഡ് പറഞ്ഞാൽ ഈ കണ്ടന്റ് തന്നെയാണ്, ഈ സ്റ്റോറി തന്നെയാണ്. അത് കുറച്ചുകൂടെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് എടുത്തതാണെങ്കിൽ തിയേറ്ററിൽ സൂപ്പറായി വിജയിക്കേണ്ട ഒരു സിനിമയായിരുന്നു. കാരണം ആ ക്യാരക്ടേഴ്സൊക്കെ നല്ല ഡെപ്ത് കൊടുത്ത് കോടതിയിൽ കുറച്ച് കോർട്ടും ഡ്രാമയൊക്കെ സെറ്റ് ചെയ്താണെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ആവറേജ് മൂവി ആയിട്ട് മാറി, ഒരു കംപ്ലീറ്റ്ലി ഫ്ലാറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയായി മാറി. സോ ആഭ്യന്തര കുറ്റവാളി ഉണ്ട്, അതിൽ ആ കണ്ടന്റിന് വേണ്ടി നിങ്ങൾക്ക് ആ സിനിമ